ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടോക്കാം കേട്ടോ. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓട്ടടക്കുള്ള അരിയൊക്കെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ അരിയൊക്കെ കഴുകി ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും കുറച്ച് തേങ്ങ ചിരകിയതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഇപ്പോൾ ചേർക്കണമെന്നില്ല. തേങ്ങ നമ്മൾ മാവ് അരി അരച്ച് കൊണ്ടുവന്നിട്ട് ആ മാവക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ അവിടെ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ മാവക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓട്ടട ഉണ്ടാക്കാനൊന്നും ആർക്കും അറിയായില്ല, അധികം ആൾക്കാരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ ഓരോരുത്തർ കുക്കിങ്ങിനും ഓരോരോ രീതികളായിരിക്കൂലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലാവില്ല നിങ്ങൾ കുക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതിയിലാവില്ല ഞാൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ജാർക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നെ ഓട്ടടൻ്റെ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടതിന്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതും അതിക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഓട്ടടക്ക് മാവ് ഉണ്ടാക്കൽ. ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കും. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും കട്ടൻ ചായൻ്റെ കൂടെ തന്നെ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ മാവൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലേനി. ഇന്നലെ വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ നമുക്കൊരു കല്യാണം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ കല്യാണത്തിനൊക്കെ പോയി വന്നപ്പോൾ പിന്നെ സമയം ഒരുപാടായി. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ അതാട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ, പണ്ടൊക്കെ ഓട്ടോടെ ചുട്ടാൽ നല്ലോണം വീർത്ത് പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചട്ടിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല. ഇതൊരു പരന്ന സൈസ് ചട്ടിയാണ് കേട്ടോ. അതേപോലെ കട്ടി വളരെ കുറവുമാണ്, അങ്ങനെ വലിയ കട്ടിയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും ചെയ്യും, അടിയിലും പിടിക്കും. നമ്മളെ ചാനലിൽ തന്നെ റീച്ചായത് ഓട്ടടമ്മലാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു സമയങ്ങളില്ലാത്ത വീട്ടമ്മാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓട്ടടയാണ് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. ആ ഒരു ഓട്ടടൻ്റെ മാവും ഓട്ടട ഉണ്ടാക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ വൈറലായത്. അങ്ങനെയാണ് ചാനൽ റീച്ച് ആയതൊക്കെ. ഇപ്പോൾ ഓട്ടട ചുട്ടാൽ ഇതാണ്. അന്നത്തെ ചട്ടിയല്ല കേട്ടോ. ഇപ്പം ആ ചട്ടി അന്ന് തന്നെ മക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം നീ അങ്ങനെ പൊട്ടിയ ചട്ടിയിൽ കുക്ക് ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതന്ന് ഒഴിവാക്കി പിന്നെ വാങ്ങിയ ചട്ടിയാണ് കേട്ടോ. ഇതും കുറേ ആയി വാങ്ങിയിട്ടൊക്കെ. അപ്പം ഇപ്പോൾ ഓട്ടട ചൂടാണെങ്കിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങോട്ട് വീർത്ത് വരുമൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ആദ്യം ഓട്ടട ഉണ്ടാക്കിയതിന് അത്രക്കാണ് ഉഷാറില്ല ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഓട്ടോടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അപ്പെടുക്കുമ്പോൾ ചട്ടിമ്മ ഒന്ന് പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ ചട്ടിൻ്റെ വക്കളിപ്പം പൊട്ടും ചെയ്യും, കടകടകടാറിന സൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓട്ടോടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് കറി ഉണ്ടാക്കാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടതിന്. എല്ലൊക്കെ ഉള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ നല്ല നല്ല പീസുകളൊന്നും അല്ല. ഇടയ്ക്കൊക്കെ മന്തി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഈ ചിക്കൻ്റെ കഴുത്ത് പാർട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ മാറ്റി വെക്കലുണ്ട്. അങ്ങനെ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കുമ്പോൾ അതിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചതേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. പിന്നെ അതിക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാള ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. തക്കാളി നോക്കുമ്പോൾ കഴിഞ്ഞിക്കണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇനി കടയിൽ പോകാനൊന്നും ആരുമില്ല, അപ്പോൾ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല ഇന്നത്തെ കറിക്ക്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടിനി പിന്നെ കരണ്ടടുപ്പുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ വേവിക്കാൻ. അപ്പോൾ ഇന്ന് തേങ്ങയും നരക്കണില്ല, അങ്ങനെ സാധാ ഒരു കറിയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് വേവിക്കാൻ കരണ്ടടുപ്പുമ്പോൾ വെച്ച് പിന്നെ ഓട്ടട ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ടായിന് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ഓട്ടട ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടട കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങോട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ.
മാവൊക്കെ കറക്റ്റ് തന്നെ ഇനിയും എന്താ വലിയ ലൂസും അല്ല എന്നാൽ എന്താ നല്ല ടൈറ്റും അല്ലാത്ത രീതിയിലുള്ള മാവ് തന്നെ ഇനി കേട്ടോ. ഇങ്ങനത്തെ മാവ് കൊണ്ട് തന്നെ ഞാൻ സാധാരണ ഓട്ടട ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നു ഉഷാറായി വന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓട്ടോടെ ചുരുളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് ഇനി കഴുകാൻ. അപ്പോൾ അത് വേഗം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് എടുക്കാനുള്ള ജോലികൾ രാവിലെ തന്നെ എടുത്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ എളുപ്പം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അങ്ങോട്ട് തീർക്കാൻ നോക്കും. പിന്നെ ഇപ്പോൾ അടിച്ചു വാരലും തുടക്കലൊക്കെ മക്കളുണ്ട്, സ്കൂളില്ലാതെ വീട്ടിലുണ്ടാവണതുകൊണ്ട് അതൊക്കെ ഒരു ചെയ്തോളും. എന്നാലും നമുക്ക് നമ്മളതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും ചെയ്യാൻ. മടി പിടിച്ച് കഴിഞ്ഞാൽ ഒക്കെ പെൻഡിങ്ങിലാവും. ചില സമയത്ത് മടിയും കാര്യങ്ങളൊക്കെ വരലൊക്കെ ഉണ്ട്. എന്നാലും എന്താ മാക്സിമം മടിയില്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലും ഉണ്ട്. അപ്പോൾ നമ്മളെ എന്താ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഇനി മടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ബില്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇനി കുറച്ചൊക്കെ എഴുതാനുള്ളതൊക്കെ എഴുതും, രജിസ്റ്ററൊക്കെ റെഡിയാക്കാനുള്ളതൊക്കെ റെഡിയാക്കുകയൊക്കെ വേണം. പിന്നെ ഒന്നേറെ നമ്മൾ ഈ വീട്ടിലിരുന്നാണ്ട് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരുമാനം ഉണ്ടാക്കുന്ന വീട്ടമ്മമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ജോലിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9-9:30 ആകുമ്പോഴത്തേന് നമ്മൾ ജോലികളൊക്കെ തീർത്ത് നമ്മൾ പോവും. പിന്നെ വൈകുന്നേരം എന്തായാലും 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കാരും വീട്ടിലെത്തുക. അപ്പോൾ ആ ഒരു ജോലിൻ്റെ കാര്യങ്ങൾ മാത്രമേ മൈൻഡിലുണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോഴേ പിന്നെ എന്താ പറയുക, നമ്മളെ മൈൻഡിൽ ഓരോരോ കാര്യങ്ങളും വരും. പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഓർക്ക് വിശക്കുമ്പോൾ ഓർക്ക് ഫുഡ് എടുത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ അതൊക്കെ ശീലമായിക്കണം കേട്ടോ. ഓരെന്നെ വിശന്ന എടുത്ത് കഴിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഓരോട് നമുക്ക് സംസാരിച്ച് കുറച്ച് സമയം അങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ടൈം പോവും. അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്ന വീട്ടമ്മമാർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അങ്ങനെ ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടോ അതൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ച് മുറ്റടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം പുഴയിൽ പോകുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ കുറച്ച് അലക്കാണ്ടേനും, അപ്പോൾ അതൊക്കെ അലക്കലും കഴിയും. അതേപോലെ നമ്മളെ എന്താ സിറ്റ് ഔട്ടിലിടുന്ന മാറ്റൊക്കെ എടുത്തിട്ടുണ്ടേനി കഴുകാൻ. പുഴയിലാവുമ്പോഴേ ഇങ്ങനത്തതൊന്നും കഴുകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ലോണം വൃത്തിയായിട്ട് കിട്ടും. ആദ്യം ഞാൻ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്നിങ്ങനെ എന്താ ഒലുമ്പി എടുക്കും. എന്നിട്ട് പിന്നെ കല്ലും ഇട്ടിട്ട് കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഒന്നും കണ്ട് ഉരച്ചു കൊടുക്കും. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ, നല്ല നിറം വെക്കും ചെയ്യും. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ട് പുഴ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് പുഴയ്ക്ക് പോകുന്നത് കാണിച്ചതാണ് കേട്ടോ. ഞാൻ പുഴയ്ക്ക് വരും, എല്ലാ ദിവസമൊന്നും വരില്ല, ഒന്നട വിട്ടുള്ള ദിവസങ്ങളിലാട്ടോ വരിക. അപ്പോഴേ നമുക്ക് കുറച്ചധികം തുണികളൊക്കെ ഉണ്ടാവുള്ളൂ അലക്കാൻ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇത് വേഗം തോരടും, പിന്നെ പോയിട്ട് കുളിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ അതൊക്കെ അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ജോലിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഇനി ചോറും കൂട്ടാനും ഉണ്ടാക്കണം. ഇനിയുള്ളത് കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ബീഫ് ഉണ്ടായിനി ഫ്രിഡ്ജിൽ, അത് ഞാൻ ഐസ് വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. നല്ല കട്ടായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് അലക്കാനൊക്കെ പോയത്. ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ റിച്ചുമോന് പള്ളിയിൽ പോകും വേണം. പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ എന്താ വെള്ളിയാഴ്ച സ്പെഷ്യലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് കിട്ടോ, അത്രേ ഉള്ളൂ. അങ്ങനെ തുണികളൊക്കെ തോരട്ട് പിന്നെ ഞാൻ പോയിട്ട് വേഗം കുളിച്ചൊക്കെ വന്ന് പിന്നെ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ മക്കൾ കഴുകി വെച്ചിട്ടുണ്ടായിന് കേട്ടോ, ഓട്ടപാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഒരു വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ബീഫ് കറി ഉണ്ടാക്കണം, നെയ്ച്ചോറും ഉണ്ടാക്കണം. അപ്പോൾ ബീഫൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്ത്, കുക്കറിലാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ, രണ്ടും കുക്കർ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് ഒരു കുക്കറിലും ബീഫ് കറി ഒരു കുക്കറിലും ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താ ബീഫിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇതിക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുത്താണ്ട്
അങ്ങനെ അങ്ങോട്ട് കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ ഇതിൽ തന്നെ പൊടിഞ്ഞുണ്ടാവും. പിന്നെ അതേപോലെ സവാളയൊക്കെ വഴറ്റി ചേർക്കുന്നത് പിന്നെയാണ് കേട്ടോ. ബീഫ് വെന്തിട്ടാണ് അതൊക്കെ ചേർക്കുന്നത്. ഇതൊക്കെ ഒരു എളുപ്പപ്പണിയാണേ. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മുന്നിൽ ഒരുപാട് ജോലികൾ കിടക്കുകയാണ്. അപ്പം ഓരോന്നോരോന്ന് തീർത്തിട്ട് വേണം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കുക്കിങ്ങൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മനസ്സമാധാനത്തോട് കൂടിയിട്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഇരിക്കുന്നിടത്തൊരു സമാധാനം കിട്ടൂല കേട്ടോ. അപ്പോൾ എപ്പോഴും എൻ്റെ പണി ഇങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വിറകടുപ്പത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും കുക്കിങ് തീരാൻ. ഇതാവുമ്പം എളുപ്പമുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ എളുപ്പപ്പണിയൊക്കെ പഠിച്ചിട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും എളുപ്പത്തിലുണ്ട്, എല്ലാം എളുപ്പം ചെയ്ത് തീർക്കുന്നുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കലും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യലും ഒക്കെ കൂടെ ആകുമ്പോൾ സമയം തീരെ കിട്ടൂല കേട്ടോ ചിലപ്പോൾ. ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് തരാനൊക്കെ ആരെങ്കിലും വേണം. അപ്പോൾ വീഡിയോ എടുക്കാനും നമ്മൾ തന്നെ, അതേപോലെ ജോലികൾ ചെയ്യണതും നമ്മൾ തന്നെ. അപ്പോൾ ആ സ്റ്റാൻഡ് അങ്ങോട്ട് ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫോണെടുത്ത് കൂടെയൊക്കെ കൊണ്ടുപോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം, ക്യാമറ ഓഫ് ചെയ്യണം. നേരെ മറിച്ച് ഓഫ് ചെയ്യാതെ നമ്മൾ എടുക്കുന്ന ജോലികളൊക്കെ അതിലാണ് പകർന്നോട്ട്. എന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചാൽ അതും ബുദ്ധിമുട്ടാട്ടോ. ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല, അത് വേറൊരു ബുദ്ധിമുട്ട്. പിന്നെ എന്നാലും എഡിറ്റിങ്ങിൻ്റെ സമയത്തും ഒരുപാട് നമ്മൾ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് വീഡിയോ അങ്ങനെ എടുത്ത് കൂട്ടി വെക്കൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ആവശ്യത്തിനുള്ളത് മാത്രമേ ക്യാമറയിൽ പകർത്തുള്ളൂ. അപ്പോൾ കുറച്ചുള്ളൂ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ടാവുക. അങ്ങനെയൊക്കെ അങ്ങനെ പോവാണ് കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന ജോലിനോടൊരു അവൾക്കിപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്, വലിയ പണിയൊന്നുമില്ല, വീഡിയോ എടുത്താണ്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലാണ് ചെയ്തതെന്ന് ഇടല്ലേ. അതിൻ്റെ ബാക്കിലുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. യൂട്യൂബേഴ്സായ ആൾക്കാർക്ക് അറിയാം ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുന്നിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കറിയാം. അല്ലാതെ ഈ സാധാരണ വീഡിയോ മാത്രം കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഓരോ കണക്കിനിപ്പോൾ ഇത് വീഡിയോ എടുത്താൽ അതേപോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാണെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന കാട്ടിലും നല്ലത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്ത് നമ്മളെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ. എനിക്കറിയണ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ വീഡിയോയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാറ്ററിങ് ചെയ്യണവരുണ്ട്. പിന്നെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തീനി. അലക്ക് സോപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ കുളി സോപ്പൊക്കെ, അതേപോലെ ഡിഷ് വാഷ്, പിന്നെ ലിക്വിഡുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിനി. ഇതൊക്കെ ബിസിനസ്സായിട്ട് കൊണ്ടെടുക്കാൻ കഴിയുന്നവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടിയാണ്ട് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്. പിന്നെ നമ്പർ തരുമോ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാവുക്കാക്കൂൻ്റെ നമ്പർ കൊടുക്കും കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഓരിൻ്റെ നമ്പർ കൊടുക്കും. അങ്ങനെ എന്നെയായിട്ട് കോൺടാക്റ്റ് ചെയ്യലുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. അതേപോലെ കുറേ ആൾക്കാർ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയവർ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർ വരെ ഉണ്ട് നമ്മളെ ചാനൽ കണ്ടിട്ട്. അതിനും അതേപോലെ തന്നെ എനിക്കറിയണമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. നമ്മൾ മാത്രമല്ല എല്ലാവരും നന്നാവണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ യൂട്യൂബ് തുടങ്ങിയിട്ട് പാതി വഴിയിലിട്ടാണ്ട് നിർത്തിയ ആൾക്കാരുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല, അത് മോട്ടിവേഷൻ ആവണില്ല, അതേപോലെ ഡോളർ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഓർക്കും മോട്ടിവേഷൻ കൊടുത്താണ്ട് ഓരും തന്നെ വീഡിയോ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം റീച്ച് ആവും എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഓർക്കും മോട്ടിവേഷൻ കൊടുത്ത് ഓരോ ചാനൽ പിന്നെ വീണ്ടും വീഡിയോസ് ഇട്ടാണ്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ച് കൊടുത്ത ആൾക്കാർക്ക് പിന്നെ ഇപ്പോൾ $100 ആയ ആൾക്കാരുണ്ട്, $60 ആയ ആൾക്കാരുണ്ട്, $10 ആയ ആൾക്കാരുണ്ട്. ഇപ്പോൾ അൻഷൂസ് വേൾഡ് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ. ഓളെ ചാനൽ ഇതേപോലെ ഡോളറൊന്നും കയറില്ല, വാച്ച് ടൈമൊക്കെ കുറയാണ് ഡി, ഞാൻ വീഡിയോ ഇടണില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഡി, എന്ന് വീഡിയോ ഇട്, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും എന്നൊക്കെ പറഞ്ഞാണ്ട് മോട്ടിവേഷൻ കൊടുത്ത് ഓൾ ഡെയിലി ഓൾ കഷ്ടപ്പെട്ടിട്ടാണ്. എന്നാലും നമ്മളൊരാളിങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ടാവുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ചെയ്യാൻ. അങ്ങനെ പോക്ക് $100 കഴിഞ്ഞിട്ടോ, $107 ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടേന് എനിക്ക് $100 കഴിഞ്ഞു എന്ന് പറഞ്ഞാണ്ട് അവർ സന്തോഷം കാണിച്ചു തരാനും പറയാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓളെ ചാനൽ പിന്നെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമില്ല കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകൊണ്ട്. അൻഷൂസ് വേൾഡ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്.
അപ്പോൾ അതേപോലെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു എന്താ റിസൾട്ടൊന്നും കിട്ടാത്ത ആൾക്കാർ വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു കാലത്ത് റെഡിയാവും. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്തുകൊണ്ടേ നിൽക്കുക. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പം എൻ്റെ നെയ്ച്ചോറുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. നെയ്ച്ചോറുണ്ടാക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ. ഒരു 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിനത്. അത് കുക്കർക്ക് ഇട്ട് കൊടുത്ത് അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 ഏലക്കായും കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു 2 സ്പൂൺ നെയ്യും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിലിട്ടോ. ആ ഒരു വിസിലടിച്ച് കുറച്ച് അതിൻ്റെ ആ ഒരു പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡി ആയിട്ടോ. സവാള ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ഒന്നും അതിലില്ല. അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. എൻ്റെ കുട്ടികൾക്ക് ഈ സവാള ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്ച്ചോർക്ക് ഇടുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. അതിലേറെ ഇഷ്ടം ഇതേപോലെ ഒന്നും ഇടാതെ ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ്. ഈ ഉള്ളി ഫ്രൈ ചെയ്തതൊക്കെ നെയ്ച്ചോറിന് കിട്ടുകയാണെങ്കിൽ അതൊക്കെ പെറുക്കി കളയും. അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, ഒക്കെ പെറുക്കി കളയും. നേരെ മറിച്ച് അല്ലാതെ കുപ്പിയിൽ കണ്ടാവൂലെടുത്തതൊന്നും ചോറിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് പറ്റൂല. അപ്പോൾ ഏതായാലും ചോറൊക്കെ റെഡി ആയിട്ടോ. ഞാനൊരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കുക്കർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി വേവേറും. പിന്നെ ചോറ് വേവണം കേട്ടോ. കുട്ടികൾക്ക് നെയ്ച്ചോറാണെങ്കിലും അത്യാവശ്യം വെന്ത് കിട്ടണം, എന്നാൽ ഒരു കഴിക്കും. പിന്നെ ബീഫിൻ്റെ കുക്കർ വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടേനും. അപ്പോൾ അത് ആ ഒരു അടുപ്പത്ത് പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ തുറക്കാനായിട്ടില്ലേനി ഞാൻ പിന്നെ ടാപ്പിൻ്റെ ചുട്ടിൽ കൊണ്ടുപോയി കാട്ടിയിട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ കളഞ്ഞു. അപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ അതിലേക്ക് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് അതൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മസാലപ്പൊടികളൊക്കെ കുറേശ്ശെ ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫേക്ക് ചേർത്ത് കൊടുത്തു. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിന്, ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തത്. നമുക്ക് കുറച്ച് കറി ആയിട്ടാണ് വേണ്ടത്, കുറച്ച് ഗ്രേവി വേണം കേട്ടോ, നെയ്ച്ചോർക്കല്ലേ. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പം ഇനി ഇതോടെ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിക്കോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു ചട്ടി നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, ചട്ടി മയക്കാൻ വെച്ചത് കാണിച്ചിട്ടില്ലേനോ, ചിരട്ടയൊക്കെ ചുട്ടാണ്ട് ആ ഒരു ചട്ടിയാണ് കേട്ടോ ഇത്. ഞാൻ എണ്ണയൊക്കെ പുരട്ടി വെച്ചതേനി, കഞ്ഞിവെള്ളമൊക്കെ തിളപ്പിച്ച് പിന്നെ ചട്ടിയൊക്കെ കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല വെയിറ്റുള്ള ചട്ടി കേട്ടോ, നല്ല കനമുണ്ട്. ഇതേപോലെ നമ്മൾ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചാലും പിന്നെ വീണ്ടും വീണ്ടും അങ്ങനെ തിളക്കണുണ്ടോ, നല്ലോണം കുറേ സമയം ചൂട് ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ബീഫ് കറിയും ആ നെയ്ച്ചോറും തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിനി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. അവർക്ക് ചോറാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ എനിക്ക് എൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. പിന്നെ പാത്രം കഴുകൽ അവനാൻ തിന്ന പാത്രങ്ങൾ അവനാൻ തന്നെ കഴുകി വെക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് അങ്ങനെ കൗണ്ടർ ടോപ്പും സിങ്കും ഒന്നും പാത്രങ്ങൾ കഴുകാണ്ടായിങ്ങാണ്ട് അങ്ങനെ അങ്ങോട്ട് വൃത്തികേടായി കിടക്കൂല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വരുമാനം വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നത് നല്ലതാണ്. എന്നാൽ നമ്മളെ കാര്യത്തിന് ആരെ മുന്നിലും കൈ നീട്ടും വേണ്ട. നമുക്ക് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമ്മളെ മക്കളെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിറവേറ്റുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വലിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. താങ്ക് യു.